ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെട്ടിനാട് സ്പെഷ്യൽ ആയിട്ടുള്ള പാവയ്ക്ക കറിയാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പാവയ്ക്ക കറിയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒരു പാവയ്ക്ക കറി തയ്യാറാക്കി നോക്കൂ. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഇത് മാറും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ പാവയ്ക്ക കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പാവയ്ക്കയാണ്. ഞാനിപ്പോൾ 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് പാവയ്ക്കയിൽ 2 എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. വട്ടത്തിനും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് കടലപ്പരിപ്പാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ മാത്രം മുഴുവൻ മല്ലിയും കൂടി. മല്ലിയുടെ അളവ് ഒരുപാട് കൂടി പോകരുത്. അതേ അളവിൽ തന്നെ ഒരു 2 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും കൂടി. കൂടെ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് എള്ളാണ്. കറുത്ത എള്ളോ വെള്ള എള്ളോ ഏത് വേണമെങ്കിലും ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. കൂടെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി വേണ്ടത് വറ്റൽമുളകാണ്. അത്യാവശ്യം വലിയ വറ്റൽമുളകിൽ ഒരു 2-3 ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് ചേർക്കാം. അപ്പോൾ ഇത്രയും ചേരുവകളും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അതായത് നമ്മുടെ കടലപ്പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ കുരുമുളകും ഒക്കെ നല്ല രീതിക്ക് ഒന്ന് മുരിഞ്ഞ് കിട്ടണം. ഒന്ന് കളർ ലൈറ്റായിട്ട് മാറി കിട്ടണം. അതുവരെ ഒന്ന് വറുക്കാവുന്നതാണ്. ഒരുപാട് സമയത്ത് വറുത്ത് കരിച്ചെടുക്കരുത്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ മുഴുവൻ മല്ലിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയും ചേർക്കാവുന്നതാണ്. മല്ലിപ്പൊടി ലൈറ്റായിട്ടൊന്ന് പ്രത്യേകം ഒന്ന് വറുത്ത് കറിയിലേക്ക് ചേർക്കണം കേട്ടോ. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കടലപ്പരിപ്പിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ എള്ളെല്ലാം ഇതുപോലെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ട് ചൂട് മാറി കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ മസാല കൂട്ട്. ഇനി വേണ്ടത് അതേ മൺചട്ടിയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത കടുക് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പാവയ്ക്ക ചേർക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. പാവയ്ക്കയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം എല്ലാ സമയത്തും നമുക്ക് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിനാണ് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിടണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. എങ്കിൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴണ്ട് കിട്ടിക്കോളും. ഞാനിപ്പോൾ പാവയ്ക്കൊക്കെ കാണാനൊക്കെ ആ ഒരു ഭംഗിക്ക് അതുപോലെ ആ ഒരു റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തതേ ഉള്ളൂ. പാവയ്ക്ക ചേർത്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 2-3 മിനിറ്റോളമെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ പാവയ്ക്ക ഇങ്ങനെ ഒന്ന് വഴറ്റാൻ തുടങ്ങിയിട്ട് അല്പസമയമായിട്ടുണ്ട്. ഈ പാവയ്ക്കയുടെ കളറൊക്കെ ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് മാറി തുടങ്ങുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും പാവയ്ക്കയിലുള്ള കയ്പ്പ് പകുതിയോളം ഒന്ന് മാറി കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നെല്ലിക്ക വലിപ്പത്തിന് ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ പുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ നല്ല രീതിക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. പുളിയിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ട് നല്ല രീതിക്ക് ഞാനിതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ പുളി വെള്ളം ചേർക്കാം. വാളംപുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കുകയാണ്. ഇനി ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. ഒരല്പ നേരം കൊണ്ട് തന്നെ ഇത് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മളിതാ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല കൂട്ടി ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ കറിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി 1.5 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ മസാല കൂട്ടൊക്കെ ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും ഈ ഒരു രീതിക്ക്. അപ്പോൾ ഇതിന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചേർക്കേണ്ടത് ഒരു 2 പിഞ്ചളവിൽ കായപ്പൊടിയാണ്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ഈ ശർക്കരപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ പാവയ്ക്കയിലുള്ള ആ ഒരു കയ്പ്പ് നന്നായിട്ട് നിന്ന് ബാലൻസ് ചെയ്യും. ഇനിയിപ്പോൾ ആ പാവയ്ക്കയുടെ ടേസ്റ്റ് അങ്ങനെ തന്നെ വേണം എന്നുള്ളവർക്ക് നമുക്ക് ഈ ശർക്കരപ്പൊടി ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ ഒരല്പം ശർക്കരപ്പൊടിയും കൂടി ചേർക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ രുചികരമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട്
ഒരു 5 മിനിറ്റ് മീഡിയത്തിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഈ കറിയെല്ലാം ഒന്ന് ഗ്രേവി എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ പാവക്കായി നന്നായിട്ട് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഈ ഗ്രേവി എല്ലാം നമ്മുടെ പാവക്കയിൽ ആ ഒരു മസാല കംപ്ലീറ്റ് ആയിട്ട് പാവക്കായിൽ പിടിച്ചും കിട്ടും. എന്നാൽ ശരി, ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മസാല കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പാവക്കയിൽ പിടിച്ചിട്ടുണ്ട്. പാവക്കയെല്ലാം നല്ല രീതിക്ക് നിന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ടോ ഒരല്പം ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ടോ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പാവയ്ക്ക കറിയാണ്. ഉറപ്പായിട്ട് നിങ്ങളിത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂട് ചോറിനോടൊപ്പം ഇതുപോലെ ഒരു പാവയ്ക്ക കറി ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് സൈഡായിട്ട് വേറെ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.